അതെ അതന്നെ. ഇതൊന്നും ശരിയായ നടപടിയല്ല. പൈസ റീഫണ്ട് ആയിട്ടെങ്കിലും അതൊരു അല്ലേ കൺസ്യൂമർ പരിപാടിയാണ്. നമ്മളെ വില്ലേക്ക് പോകാനല്ല ടിക്കറ്റ് എടുക്കണ്ടേ തിരക്കല്ലേ? സ്കാൻ ചെയ്യല്ലോ ഉണ്ട് എല്ലാ ടിക്കറ്റ് എടുക്കേണ്ട തിരക്കാണ്. നമുക്ക് ടിക്കറ്റ് എടുത്ത് പോവാം. എന്ത് തിരക്ക് കുഴപ്പമില്ലേ? പോയാ രാവിലെ ഇല്ല, ഞാൻ ഇവിടെ ഫസ്റ്റ് ആണ്. പിന്നെ അവതാറുണ്ടായി ബ്രോ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. അല്ല ഇവിടെ കണ്ട ഏതാന്ന് നോക്കി ട്രെയിനിൽ അതാണ് ഞാൻ മറ്റേ പണ്ട് മറ്റേ ബാലരാമരപ്പുറം കിട്ടുന്നുണ്ട് 3D ക്ലാസ്. മറ്റേ അതിലൊരു ഫോട്ടോ വെച്ചിട്ട് 3D കാണുന്നുണ്ട്. അത് ഞാൻ കണ്ടിട്ട് അങ്ങനെ എനിക്ക് 3D നമ്മളെ വീട് വിസ്മയിൽ കണ്ണാടിയിൽ എന്തെങ്കിലും ഇരുന്നു. കണ്ണാടി അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ എല്ലാരും പുറത്തേക്ക് കണ്ണാട തന്നിട്ട് പോയി അതിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് 20 അല്ലേ? മണിക്കോ പണ്ടെല്ലാം 30 നമ്മ പറഞ്ഞ സിനിമ ARM 3D റിവ്യൂ ഉണ്ടായേ. റിവ്യൂ ആണ് ഇന്ന്. റിവ്യൂ ആണ് റിവ്യൂ നമ്മളെ പേഴ്സണൽ ആണ് അല്ലേ? പേഴ്സണലാ. ഒരാൾക്ക് ഓരോ ചോയ്സ് ആയിരിക്കും. നിങ്ങൾക്ക് പടം കാണുന്നുണ്ടെങ്കിൽ പോയിട്ട് കാണും അല്ലേ? പക്ഷെ നമ്മള് ഫസ്റ്റ് വീഡിയോ വരും. വീഡിയോ ഓക്കെ. ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. പായസം അടക്കേറിയിട്ട് ഉളുപ്പുണ്ടോ ബ്രോ? അങ്ങനെ അടക്ക് കയറുന്നത് ശരിയാണോ? ശരിയാണോ? ശരിയല്ല. കണ്ണാടി കിട്ടിയ കണ്ണാടി 2D ആണോ 3D അല്ലേ? എന്താ റീസൺ എന്നാ? എന്താണ് നമ്മളെ കണ്ണട ഭവിഷ്യത്ത് കിടുന്നല്ലേ തിരിച്ചു പണിയുണ്ട് അല്ലേ? എക്സ്പെക്ട് ചെയ്തൊന്നല്ല ബ്രോ എല്ലാം ഇത് ആദ്യമായിട്ട് 3D എക്സ്പെക്ട് ചെയ്യുന്നത്. എന്നാ റീസൺ എന്നാ കേക്കറാ? എന്ത് ക്ലാസ്സില്ല നമ്മ റിട്ടേൺ തരാൻ പറയാ. കണ്ണട വന്നിട്ട് വരും. റീഫണ്ട് 60 ക്ലാസ്സിന് 60 റീഫണ്ട്. ഒരാൾക്ക് 20 മൂട് പോയേ സിനിമ കണ്ട മൂടി. ശരിയില്ല അല്ലേ? ഇതൊന്നും ശരിയായ നടപടിയല്ല. നമ്മ എന്തുണ്ടെന്ന് 3D നോക്കൂ. എല്ലാരും ഫുള്ളാണ്. സീറ്റ് ഫുള്ളാണ്. ഇത്ര ആള് മണ്ടന്മാരാ. കൺസ്യൂമർ കോർട്ട് പോണം ബ്രോ. പിന്നെ പറയാം. എങ്ങനെയുണ്ട് പൈസ? നല്ല രസമുണ്ടല്ലേ? തിയേറ്റർ അല്ലേ? 3D മാത്രം തെറ്റി. നമ്മ വീഡിയോ തന്നെ പറയുന്നുണ്ട് എക്സ്പെക്ടേഷൻസ് അല്ലേ? 3D ചമ്മല നമ്മളെപ്പ 3D കൂടി സെറ്റ് ചെയ്യും. നല്ല രസമുണ്ട്. ഞാനേ ഞങ്ങക്ക് 3D എക്സ്പീരിയൻസ് പിന്നെ കാണാനില്ല. 3D അല്ലേ? മറ്റേ പാടപ്പറ്റി മറ്റേ ട്രെയിനിന്റെ വീഡിയോ ആണല്ലേ വിസ്മയിൽ പോയി. എന്നെ വരുവാ? ഞാൻ വരും. 3D അങ്ങനെയൊന്നും ഇല്ല. ഒന്നും വലിയ വ്യത്യാസം. അവിടെ നമ്മ എക്സ്പീരിയൻസ് ഒരു പടം നമ്മ അങ്ങനെ കണ്ടിട്ടില്ല. പ്രോ ഒന്നും കണ്ടിട്ടില്ല. വീഡിയോ പോലും വാഴരമ്മിൽ മറ്റേ ഫോട്ടോ ഉണ്ടല്ലേ ഈ എടുക്കുന്ന കണ്ണാടി അതെ അതന്നെ ഞാനാണ്ടത്. ഞാൻ വരും. നീ എന്താ പറയാൻ പറ്റിരുന്നിട്ട് എന്തോ തുടക്കം. അതല്ല ശരിക്കും പറഞ്ഞാൽ ഇവര് ചെയ്യണമെന്ന് പറഞ്ഞാൽ കണ്ണാടി വരുന്നവരെ കാത്തിക്കുക. അത് ഇവരെ പ്രശ്നമാണ്. ഒരു ഷോ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലേ? പക്ഷെ ആളെ ഒട്ടിച്ചത് വേറെന്തോ ആണ്. ഇത് വന്നിട്ടില്ല. ഒട്ടിച്ചത് അങ്ങനെയാണ്. സിനിമയില് ഇത് വന്നിട്ടില്ല എന്നാണ്. അതിന് താഴെ വേറൊന്നുണ്ട്. സിനിമയിലെ 2D മാത്രം 3D വരാൻ വൈകുന്നുണ്ട്. അതാ പറഞ്ഞത്. പക്ഷെ അവര് പറയുന്നത് കണ്ണട വന്നിട്ടാണ്. എഴുതി ഒട്ടിച്ചത് അങ്ങനെയാണ്ട്. ഇതിങ്ങനെയല്ല ഡീല്. പക്ഷെ അവരെ പുറത്ത് അങ്ങനെ നമ്മാണെങ്കിലും ആ സിറ്റുവേഷൻ അങ്ങനെ ഡീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ബിസിനസ് മാൻ നമ്മൾ ചിന്തിക്കണമല്ലോ അല്ലേ? അല്ലേ? ആ ബിസിനസ് എങ്ങനെ ഹാൻഡിൽ ചെയ്താൽ അവര് പൈസ റിട്ടേൺ കൊടുക്കാന്നില്ല.
അങ്ങനെ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഒരു ഷോ കട്ട് ചെയ്യും, അത്രയും പൈസ പോകും. മനസ്സിലായോ? ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ലേറ്റ് ആ ഷോ വരെ അത്രയും പോയില്ലേ, ലാസ്റ്റ് ഷോ വരെ ബാധിക്കും. ലാസ്റ്റ് ഷോ വരെ അവരെ സൈഡ് നോക്കുമ്പോൾ കറക്റ്റാണ്, പക്ഷെ ആസ് എ കൺസ്യൂമർ നമ്മുടെ സൈഡ് നോക്കുമ്പോൾ നല്ല ബ്രോ അങ്ങനത്തെ പടാ. പക്ഷെ നമ്മ 3D എക്സ്പെക്ട് ചെയ്തിട്ട് വന്നിട്ട് അതുകൊണ്ട് നമുക്കൊരു ഇതല്ലേ. വാട്ട് അബൌട്ട് ബ്രോ, മൂവിയെ പറ്റി എന്താണ് താങ്കളുടെ അഭിപ്രായം? മൂവി വളരെ നല്ല രസമുണ്ട്. കൊറേ റെഫറൻസ് എല്ലാം ഉണ്ട്. കഥയിൽ എവിടെയല്ലോ ഒരു സാധനം തോന്നും, പക്ഷെ നമുക്ക് അടുത്തത് എന്നാ വരുന്നതിലൊരു ഇത് കിട്ടൂല. ഭയങ്കര രസമാണ്. അത് കിട്ടുന്നില്ല. പക്ഷെ ബേസ് മീശമാണ്. കഴിഞ്ഞ മറ്റേ വിജയ് പടത്തിലെല്ലാം അങ്ങനല്ലേ ഉണ്ടായത്, പറഞ്ഞോടെ തന്നെ വരും. ഞാൻ കണ്ട് ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടൊന്നുമില്ല ഒന്നും. റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല. അമ്മല്ലേ റിവ്യൂ പറയുമ്പോ മറ്റേ പേപ്പർ എടുത്തിട്ട് വരണം ഈ ഷോട്ട് അങ്ങനെ. നമ്മ അങ്ങനല്ല, നമ്മ സാധാരണ മറ്റേ യൂട്യൂബില് കൊറേ ആളുണ്ട്, കോക്കെല്ലാം ഉണ്ട്. ഷസാമിന്റെ റിവ്യൂ കേട്ടിട്ട് പോവാ. അങ്ങനെ പോവാൻ പാടില്ല. പടത്തിന് അവർക്ക് ഇഷ്ടപ്പെട്ടല്ലേ റിവ്യൂ പറയുന്നില്ലേ. അത് ഒരാളെ ഇതായിരിക്കും, മാറും. ഒരാളെ സിനിമക്ക് ഓരോ കാഴ്ചപ്പാടായിരിക്കും. ഒരാൾക്ക് ചിലത് ഇഷ്ടപ്പെടും. 3D ഇല്ലാത്ത എന്നാ പറഞ്ഞോട്ടാ ചോദിച്ചു നമ്മളിടാം. 3D ഇല്ലാതെ നമ്മളോട് ഒരു ചെക്കനാണ്. ഇവരെ തിയേറ്ററിന്റെ കുഴപ്പമില്ല, അല്ല തിയേറ്ററിന് കുഴപ്പമില്ല, അത് വരാത്തതാണ്. അവിടെ പുറത്തങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞേ ഇത് ഒട്ടിച്ചിട്ടുണ്ട്. പക്ഷെ ആദ്യം ചോദിച്ചാൽ അതൊന്നും അറിയില്ല. നല്ല രസം കേട്ടാ. അത് നമുക്കറിയാം, ബാക്കി മറ്റേലും പെരുമ്പോ അറിയാലോ. ഇവരെ പടം ഒരു തിയേറ്ററിലും വന്നിട്ട് അതൊരുമാതിരി മറ്റേ പരിപാടി. ക്ലാസ് പഠിക്കുന്ന ചെക്കനോ അങ്ങനെയാണ് ഇവിടെ പറഞ്ഞത്. ഇത് ഒരു തിയേറ്ററിലും വന്നിട്ടാ അവരെ പ്രശ്നമാണ്, സിനിമ കൊണ്ടുവരുന്ന കണ്ടന്റ് കൊണ്ടുവരുന്ന പ്രശ്നം കിട്ടണ്ടേ. അപ്പൊ അതല്ലേ ഒരുമാതിരി അല്ലേ നമ്മ 3D ഇതെല്ലാം പറഞ്ഞിട്ട്. തിയേറ്ററിനാണ് കുറ്റം പറഞ്ഞത്, തിയേറ്ററിന്റെ പ്രശ്നമില്ല. അപ്പുറത്തിരിക്കുന്നവണെല്ലാം പോയിട്ട് പറയുന്നത് ചോറയാക്കണം. ഇവരെ വായ്പാണെങ്കിൽ നമുക്ക് പറയാം അല്ലെ. കുറച്ച് കണ്ണട വന്നിട്ട് നമ്മൾ ആദ്യം പറഞ്ഞാണ്. അപ്പൊ കണ്ണട വന്നിട്ടില്ലെങ്കിൽ നമുക്ക് കണ്ണട വരുന്നവരെ കാത്തിക്കേണ്ടി വരും. കാരണം നമ്മ ബുക്ക് ചെയ്തത് 3D പൈസ റീഫണ്ട് ആയിട്ടെങ്കിലും അതൊരു അല്ലെ കൺസ്യൂമർ കോർട്ടിലെല്ലാം പോട്ട പരിപാടിയാണ്. വേണ്ട ഇനി അധികം പറഞ്ഞാലല്ലേ വല്ലേ. ഞാൻ റേറ്റിംഗ് കൊടുക്കാൻ ആരുമില്ല. നമ്മക്ക് അല്ലേ ഒരു എന്റർടൈൻമെന്റ് ആണ്. ഇപ്പൊ നമ്മ പറയുന്ന നമ്മളെ അഭിപ്രായം ചിലവർക്ക് പറ്റൂല. എന്റെ പോണ ഇറങ്ങി പോണ ചിലവർക്ക് സിനിമ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഓരോരാളിതാ ഇപ്പം വന്നതാ നോമ്പറിന് എടുത്ത മാനേജ്മെന്റ് തിയേറ്ററിന്റെ. ഷസാമിന്റെ കോക്കിനുള്ള റിവ്യൂ കണ്ടി സിനിമ പോകുന്നവരുണ്ടോ? കോക്കിന്റെ റിവ്യൂ എന്റർടൈൻമെന്റ് ആയിട്ടാണല്ലേ എല്ലാരും. സത്യം പറയാം, ആ റിവ്യൂ നടത്തി കോക്കിന്റെ റിവ്യൂ മോശം പറഞ്ഞ വെച്ചിട്ട് മോശം പടം പല നല്ല പടത്തിന് മോശം പറഞ്ഞിട്ട് മോശം പടത്തിന് നല്ല പടം. അതായത് ഇതൊരു ഒരാൾക്ക് തോന്നുന്ന ഇതല്ലടേ. കൊറേ കൂടുതൽ ആൾക്കാർക്ക് നല്ല തോന്നിയാൽ നല്ല പടം, കുറച്ച് ആൾക്കാർക്ക് നല്ല തോന്നിയാൽ മോശം പടം. അത്രയും ചിലപ്പോ ആ കുറച്ച് ആൾക്കാരിലായിരിക്കും നിങ്ങ മാനേജ്മെന്റ് വരുന്ന അപ്പുറത്ത്. മനസ്സിലായി, ആ കുറച്ച് ആൾക്കാരിലായിരിക്കും നിങ്ങ. സോ അത് റിവ്യൂ നോക്കിയിട്ട് എപ്പോഴും പടത്തിന് പോവാം. നിങ്ങൾക്ക് തോന്നിയെങ്കിൽ പടത്തിന് പോവാം, റിവ്യൂ നോക്കാൻ നിൽക്കാം. ഇത്രയും ഇത് വേ അപ്ലോഡ് ചെയ്തിട്ട്, കാരണം റിവ്യൂ അല്ലേ വേ അപ്ലോഡ് ഇന്നെ കണ്ടിട്ട് നമ്മളെ ഇന്നെ വ്ളോഗ് ഉണ്ടാവും. അപ്പൊ ഓക്കെ ഓക്കെ.